السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ പണ്ഡിതന്മാരെ, ഈ മഹല്ലും മഖാമും പരിപാലന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുസൈൻ വലിയുല്ലാഹി റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവറുകളുടെ ഹളറത്തിൽ ഒരുമിച്ച് കൂടിയ ഈ സദസ്സ് അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരികയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് സമാധാനത്തോടുകൂടി ഇവിടെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഒരുപാട് ദിക്കുകളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ, അതിലും ഒരുപാട് വിശ്വാസികൾ വിവിധങ്ങളായ പ്രയാസങ്ങളിൽ, നൊമ്പരങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിലേറെയായി നമ്മുടെ നാട്ടുകാർ ഏറെ അധിവസിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലെല്ലാം യുദ്ധത്തിൻ്റെ കെടുതിയും പ്രയാസങ്ങളും സ്ഫോടന ശബ്ദങ്ങളും നിരന്തരമായി അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റമളാൻ മാസത്തിൽ യുദ്ധം ആരംഭിക്കുന്ന അന്ന് ഞാനും കുവൈത്തിലെ ഒരു ഏരിയയിലാണ് ഉണ്ടായിരുന്നത്. കുവൈത്തിലെ ജഹറയിൽ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം ളുഹർ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോൾ മുകളിലൂടെ കുറെ റോക്കറ്റുകൾ പാഞ്ഞു പോകുന്നുണ്ട്. സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ സ്ഫോടന ശബ്ദങ്ങളും കേൾക്കുന്നു. നമുക്ക് നേരത്തെ അതൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് എന്താണെന്നൊന്നും മനസ്സിലായില്ല.
എന്നെ കൊണ്ടുപോയ ആളുകൾ പറഞ്ഞു, വേഗം വാഹനത്തിൽ കയറണം, അടി തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് സംഭവം? യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നമ്മൾ താമസിക്കുന്ന റൂമിലേക്ക് പോകണം. അപ്പോഴേക്ക് രാജ്യത്ത് അലാറം മുഴങ്ങി. പരിചയമുള്ള ആളുകളൊക്കെ വിളിച്ചു തുടങ്ങി, എവിടെയാണുള്ളത് എന്ന്. അന്ന് മുതൽ ഇന്ന് വരെ കുവൈത്ത് എയർപോർട്ട് പിന്നീട് തുറന്നിട്ടില്ല. യുദ്ധകാരണമായി അവിടെ ക്ലോസ് ആയി കിടക്കുകയാണ്. പിന്നീട് നാട്ടിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് കുറച്ചു ദിവസം കഴിഞ്ഞ് റോഡ് മാർഗം സൗദി അറേബ്യയിൽ വന്ന് അതുവഴിയാണ് നാട്ടിലെത്തിയത്. ഇതുപോലെ ഓരോ നാട്ടിലും ഓരോ രാജ്യത്തും വിളിക്കുമ്പോൾ ഇന്നും നമ്മുടെ കൂട്ടുകാരവിടെ നിന്ന് പറയുന്നത്, സ്ഫോടന ശബ്ദങ്ങൾ ഒഴിഞ്ഞിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളും ഡ്രോണുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെയുള്ള ദിവസങ്ങൾ തന്നെ ഡ്രോണുകൾ പോകുന്നതും നിർവീര്യമാക്കുന്നതും ശബ്ദങ്ങൾ കേൾക്കുന്നതും ഒക്കെ ജീവിതത്തിൽ ആദ്യമായി അനുഭവിക്കാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തെവിടെ ചെന്നാലും ഈ യുദ്ധത്തിന്റെ കെടുതി ബാധിച്ചിട്ടുണ്ട്. ഒരു നിലയിലല്ലെങ്കിൽ മറ്റൊരു നിലയിൽ എല്ലായിടത്തും യുദ്ധം ബാധിച്ചിരിക്കുന്നു. ലോകത്തെവിടെയുമുള്ള മനുഷ്യർ ആശങ്കയോടുകൂടിയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സലാമത്തും നൽകുമാറാകട്ടെ. എന്നെ ഇവിടെ സ്വാഗതം ചെയ്തപ്പോൾ ആദരണീയരായ പ്രസിഡന്റ് അവർകൾ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ഒരാഴ്ചയിൽ സ്വിറ്റ്സർലൻഡിലും ഫ്രാൻസിലും ജർമ്മനിയിലും സ്പെയിനിലും അങ്ങനെ 4 രാജ്യങ്ങളിലെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ വിചാരിക്കും യൂറോപ്പിലൊന്നും ഈ യുദ്ധം ബാധിച്ചിട്ടില്ല. അവിടെയുള്ള ആളുകളും ഇതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവരെ സമീപിക്കുമ്പോഴാണ് അറിയുന്നത്. ഏത് ലെയറിലുള്ള ആളുകളോട് സമീപിച്ചാലും അവർക്കെല്ലാം ഈ യുദ്ധത്തിന്റെ പ്രയാസങ്ങൾ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഭാഗത്ത് ഒരുപാട് ഇടങ്ങളിൽ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പലവിധത്തിലുമുള്ള പ്രയാസങ്ങൾ, മുസ്ലിങ്ങളായതിന്റെ പേരിൽ ഏതെല്ലാമോ മർദ്ദനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വിശ്വാസികളായ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? എങ്ങനെയാണ് ആലോചിക്കേണ്ടത്? എങ്ങനെയാണ് അതിജീവിക്കേണ്ടത്? ഈ ദുഃഖങ്ങളെല്ലാം പറഞ്ഞ് വീട്ടിൽ ഇരിക്കുകയാണോ? ഈ സങ്കടങ്ങളെല്ലാം പങ്കുവെച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണോ വേണ്ടത്? അല്ല. നമുക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, കൃത്യമായ പദ്ധതികൾ ഉണ്ടാവണം.
അധികാര കേന്ദ്രങ്ങളിലുള്ള ആളുകൾ എന്തു ചെയ്യണം? അക്രമികളായ ആളുകൾക്കെതിരെ നിയമപരമായ പ്രതിരോധങ്ങൾ തീർക്കാൻ അധികാരമുള്ളവർക്ക് സാധിക്കണം. അത് അധികാരികൾ നിർവഹിക്കേണ്ട കാര്യമാണ്. ലോകത്തെ ഒരുപാട് ജനങ്ങളുടെ ജീവിതം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന, ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കുന്ന, ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന, രാഷ്ട്രീയ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് വേണ്ടി കുരുന്നുകളെ അരുംകൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരന്മാർക്കെതിരെ ലോക മനുഷ്യർ, ലോകത്തെ മാനുഷിക കൂട്ടായ്മകൾ ഉണരണം. അരുത് എന്ന് വിളിച്ചു പറയാൻ ആജ്ഞാശക്തിയുള്ള ഭരണാധികാരികൾ ഇല്ലാതെ പോയതാണ്. അക്രമികളോട് അരുത് എന്ന് പറയാൻ ആജ്ഞാശക്തിയുള്ള അധികാരികൾ ഇല്ലാതെ പോയതാണ് ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. ഒരു രാജ്യത്തെ ഭരണാധികാരി അതുപോലെ സ്വതന്ത്രമുള്ള ഒരു രാജ്യത്തിന്റെ മേൽ അനാവശ്യമായി അക്രമം അഴിച്ചുവിടുമ്പോൾ, നിരപരാധികളായ മനുഷ്യരെയും ഭരണാധികാരികളെയും കൊന്നൊടുക്കുമ്പോൾ, അരുത് കാട്ടാള എന്ന് വിളിച്ചു പറയാൻ ആജ്ഞാശക്തിയുള്ള ഒരു മനുഷ്യൻ, ഒരു ഭരണാധികാരി ലോകത്തില്ല എന്നതാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തം. ഏതെങ്കിലും അന്താരാഷ്ട്ര സംവിധാനങ്ങളുണ്ടോ? നമ്മൾ ആലോചിക്കണം. ഏതെങ്കിലും അന്താരാഷ്ട്ര സംവിധാനങ്ങളുണ്ടോ ഇടപെടാൻ? നിരപരാധികളെ കൊല്ലരുത്, മറ്റു രാജ്യങ്ങളുടെ മേൽ ആക്രമണം അഴിച്ചുവിടരുത്, ഒന്നുമറിയാത്ത സിവിലിയന്മാരായ മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്യരുത്, ഒരുപാട് രാജ്യങ്ങളിലേക്കുള്ള അടിസ്ഥാന വിഭവങ്ങളെ തടഞ്ഞുവെക്കരുത്, ഉപജീവനത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന പതിനായിരങ്ങളല്ല ലക്ഷങ്ങൾ ഈ യുദ്ധത്തിന്റെ പേരിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തെ മുഴുവനും ഒരു പാനിക് കണ്ടീഷനിലേക്ക് എത്തിക്കരുത് എന്ന് പറയാൻ കരുത്തുള്ള ഭരണാധികാരികൾ നഷ്ടമായി പോയി എന്നത് ലോകം അനുഭവിക്കുന്ന വലിയ രാഷ്ട്രീയ ദുരന്തമാണ്. അക്രമകാരികളായ അഹങ്കാരികൾ പാതിരാത്രിയിലും കൊച്ചുവെളുപ്പാൻ കാലത്തും എഴുന്നേറ്റ് അവർക്ക് തോന്നിയത് മുഴുവനും വിളിച്ചു പറയുകയാണ്. അതിന് ലോകത്തുള്ള മീഡിയകൾ മുഴുവനും എടുത്തു പറയുകയാണ്. അതിന്റെ ദുരന്ത ഫലങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണിത് മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ട് അധികാരവും സ്വാധീനവുമുള്ള ആളുകൾ ആർജവത്തോടുകൂടി തിന്മയ്ക്കെതിരെ ശബ്ദിക്കാൻ ഉയർന്നു വരുന്ന ഒരു കാലമില്ലെങ്കിൽ ലോകം മുഴുവനും അസ്ഥിരാവസ്ഥയിലേക്ക് പോകും. ലോകം മുഴുവനും വ്യാപകമായ ഒരു ആഗോള ദുരന്തത്തിലേക്ക് നീങ്ങും. ഒരു രാജ്യമോ 2 രാജ്യമോ 8 രാജ്യമോ 6 രാജ്യമോ അല്ല, ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങൾ ദുരന്തങ്ങളിലേക്ക് നീങ്ങിപ്പോകും. ഇത് തിരിച്ചറിയാനും ഇടപെടാനും പറ്റുന്ന അന്താരാഷ്ട്ര സംവിധാനങ്ങൾ, പ്രതീക്ഷ നൽകുന്ന ഏത് വേദിയാണ് നമുക്കുള്ളത്? ആശങ്കയോടുകൂടി മാത്രമേ നോക്കാൻ കഴിയൂ. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറിട്ട ചില വിചാരങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടവരാണ്. നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടവരാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന GCC രാജ്യങ്ങൾ ഇന്ന് വലിയ ബേജാറിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഉപജീവനത്തിന്റെ പ്രധാന സ്രോതസ്സായ
ഗൾഫ് പ്രവാസം വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര വലിയ ആകുലതയിലേക്ക് വരുന്നത്? ഇതിന് ഒരുപാട് ചരിത്രം നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന സ്പെയിനിന്റെ അഥവാ യൂറോപ്പിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ മുഴുവനും നമുക്ക് പറഞ്ഞു തന്ന ഒരു പാഠമുണ്ട്. 8 നൂറ്റാണ്ടോളം മുസ്ലിങ്ങൾ ഭരണം നടത്തിയ പ്രദേശമാണ് സ്പെയിൻ എന്ന രാജ്യത്തെ ചരിത്ര പ്രസിദ്ധമായ ഇടങ്ങൾ. കൊർദോവയും അന്തലുസും സെവില്ലയും ഗ്രനാഡയും തുടങ്ങിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ മഹാന്മാരായ ഒരുപാട് ഇമാമുകൾ ജീവിച്ച സ്ഥലങ്ങളാണ്. ലോകപ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ദേശങ്ങളാണ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ജീവിക്കുകയും രചന നടത്തുകയും ചെയ്ത ഒരുപാട് പുണ്യ ദേശങ്ങൾ അടങ്ങിയ രാജ്യങ്ങളാണ് യൂറോപ്പിലെ പല പ്രവിശ്യകളും. എപ്പോഴാണ് അവിടെയെല്ലാം നമ്മൾ പരാജയം നേരിട്ടത്? എപ്പോഴാണ് അവിടെയെല്ലാം നമ്മൾ ദുരന്തങ്ങളിലേക്ക് പോയത്? ഇന്ന് അറബ് രാജ്യങ്ങൾ എത്ര ഉജ്ജ്വലമായി ഉയർന്നു നിൽക്കുന്നുവോ അതിനേക്കാൾ ഉജ്ജ്വലമായി ഉയർന്നു നിന്ന നാടുകളാണ് ഞാൻ ഈ പേര് എണ്ണിപ്പറഞ്ഞ പ്രദേശങ്ങൾ. ഇന്നവിടെ പോയി നോക്കിയാൽ ഈ പറയപ്പെട്ട എല്ലാ സ്ഥലത്തും ആധുനിക നിർമ്മിതികളെപ്പോലും വെല്ലുന്ന വലിയ വലിയ കോട്ടകളും കൊട്ടാരങ്ങളുമുണ്ട്. കോട്ടകളും കൊട്ടാരങ്ങളുമുണ്ട്. ആരുണ്ടാക്കിയതാണ്? 7 നൂറ്റാണ്ട് മുമ്പ്, അല്ലെങ്കിൽ 8 നൂറ്റാണ്ട് മുമ്പ്, അല്ലെങ്കിൽ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഉണ്ടാക്കിയ വലിയ വലിയ കൊട്ടാരങ്ങളും കോട്ടകളും ഇന്നും അതിന്റെ പഴയകാല പ്രതാപത്തോടുകൂടി ഉയർന്ന നിർമ്മിതികളായി നിലനിൽക്കുകയാണ്. ആധുനിക നിർമ്മിതികളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന വലിയ കൊട്ടാരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. നിങ്ങൾക്കറിയുമോ, കൊർദോവയിലെ ഒരു ഗ്രാൻഡ് മോസ്ക് ഉണ്ട്. അതുപോലെ ഗ്രനാഡയിലെ ഒരു ഗ്രാൻഡ് മോസ്ക് ഉണ്ട്. ഈ രാജ്യങ്ങളിലെ വലിയ വലിയ പള്ളികൾ ഇന്ന് മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളായി മാറിയിരിക്കുകയാണ്. ബാങ്കുലി കേട്ട മിനാരങ്ങളിലൂടെ ഇന്ന് ചർച്ചിലേക്കുള്ള മണിയടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമുക്ക് വീണ്ടും വിചാരമുണ്ടാവേണ്ടത്. അവിടെയാണ് നമ്മൾ ഈ വർത്തമാനത്തെ ചരിത്രത്തോട് ചേർത്ത് പഠിക്കേണ്ടത്. എവിടെയാണ് നമ്മൾക്ക് പ്രയാസം നേരിട്ടത്? വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. വിശ്വാസികളായ നമ്മൾ എപ്പോഴാണോ ഈമാനിനെയും ഇസ്ലാമിനെയും ഇഹ്സാനിനെയും ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്ന് അന്യമാകാൻ തുടങ്ങിയത്, അല്ലാഹു തആല നൽകിയ പണവും അധികാരവും സ്വാധീനവും ലഭിച്ചപ്പോൾ നമ്മൾ സുഖലോലുപന്മാരായി പോയി. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഇസ്ലാമിക മൂല്യങ്ങളെ നമ്മൾ മാറ്റിവെച്ചു. നമ്മുടെ ആഘോഷങ്ങൾ ആർഭാടങ്ങളായി, നമ്മുടെ വീടുകൾ സിനിമാ തിയേറ്ററുകളായി, നമ്മുടെ പാതിരാവുകൾ അനാവശ്യങ്ങൾ കാണുന്ന രാത്രികളായി മാറി. നമ്മുടെ വീടുകളിലെ ആഘോഷങ്ങളിൽ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ആട്ടവും നൃത്തവും വന്നുകേറി. ഈ പുതിയ കാലത്ത് കാണുന്ന എല്ലാ ധാർമ്മികമായ ദുരന്തങ്ങളുമാണ് ഭൗതികമായ നമുക്ക് ഈ ഒരു പരീക്ഷണത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചത് എന്ന് ഇന്നലത്തെ ചരിത്രം നമ്മളോട് പറയുകയാണ്. എപ്പോഴാണ് നമുക്ക് സ്പെയിൻ നഷ്ടമായത്? നമ്മൾ സുഖലോലുപന്മാരായപ്പോൾ.
കൊട്ടാരങ്ങളിൽ നൃത്തങ്ങളും പാട്ടും മദ്യലഹരിയും എല്ലാം കടന്നു വന്നപ്പോൾ ഖുർആൻ പാരായണവും ഇബാദത്തുകളും ആത്മീയമായ ചിന്തകൾക്കും പകരം അനാവശ്യങ്ങളും തോന്നിവാസങ്ങളും നമ്മുടെ സമുദായത്തിലേക്ക് കയറി വന്നപ്പോഴാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ നമ്മൾ പല രാജ്യത്തു നിന്നും വലിച്ചെറിയപ്പെട്ടത്. ഞങ്ങൾ പാമ്പിനാറ വില്ലേജ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോയി. വലിയ മലനിരക്കുകളിൽ മലമടക്കുകളിൽ ഗുഹയുണ്ടാക്കി താമസിച്ച 40,000-ഓളം മുസ്ലിം വീടുകൾ ഉണ്ടായിരുന്ന 40,000-ഓളം മുസ്ലിങ്ങൾ അഭയം തേടിയിരുന്ന സ്ഥലമാണ് പാമ്പിനാറ വില്ലേജ് എന്ന് പറയുന്നത്. വലിയ മലമടക്കുകളാണ്. ആ മലമടക്കുകൾ എന്ന് പറഞ്ഞാൽ സ്പെയിനിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങൾ അവസാനം അഭയം തേടിയെത്തിയ സ്ഥലമാണത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലെയും അധികാരങ്ങൾ നഷ്ടപ്പെടുകയും ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടുകയും ഒരുപാട് കുരുന്നുകൾ മതം മാറ്റപ്പെടുകയും ഒരുപാട് സ്വത്തുകൾ കൊള്ളയടിക്കപ്പെടുകയും അങ്ങനെയെല്ലാം ഉണ്ടായപ്പോൾ അവസാനം അഭയം തേടിയെത്തിയ സ്ഥലമായിരുന്നു പാമ്പിനാറ വില്ലേജ്. 40,000-ഓളം വരുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ അധിനിവേശ ശക്തികൾ അവിടെയും എത്തിച്ചേർന്നു. ഏതാണ്ട് 33,000-ഓളം ആളുകൾ കൊല്ലപ്പെടുകയും കേവലം 7,000 പേര് മാത്രമായി മാറുകയും അവിടെയുള്ള ആളുകൾ അതിമനോഹരമായി ക്രമീകരിച്ചിരുന്ന വില്ലേജുകളും ജലസേചന പദ്ധതികളുമെല്ലാം മറ്റുള്ളവർ കൈയടക്കി പോവുകയും ചെയ്തു. അതിന്ന് നമുക്ക് പോയി അവിടെ സന്ദർശിക്കാൻ കഴിയും. അവിടെ മുമ്പ് ഭരണം നടത്തിയിരുന്ന അൽ നസ്രദ് രാജവംശം അവരുടെ കൊട്ടാരങ്ങളിലും കോട്ടകളിലും കവാടങ്ങളിലും ലാ ഗാലിബ ഇല്ലല്ലാ എന്ന ഒരു എംബ്ലം പതിച്ചിരുന്നു. ആ എംബ്ലം ഇന്നും അവിടെയുണ്ട്. ഒരുപാട് ക്രൈസ്തവ ചർച്ചുകളുടെ കമാനങ്ങളിൽ മിനാരങ്ങളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ സൂക്തങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. കാരണം അടിസ്ഥാനപരമായി അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ പള്ളികളായിരുന്നു. എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്? നമ്മുടെ സമുദായം അനാവശ്യങ്ങളിലേക്ക് വഴിമാറിയപ്പോഴാണ്. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന ഏത് ദുരന്തങ്ങളും നമുക്കുള്ള ഒരു വീണ്ടു വിചാരമാണ്. അതിൽ ഒന്നാമത്തെ സന്ദേശം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. നമ്മൾ മുത്തഖീങ്ങളാവുക എന്നതാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം. വേറെ ഒരു പരിഹാരവും അടിസ്ഥാന പരിഹാരമല്ല. വേറെ ഒരു പരിഹാരവും നമ്മളെ വിജയിപ്പിക്കാനുള്ളതല്ല. ബാക്കിയെല്ലാം താൽക്കാലികമായ പരിഹാരങ്ങളാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദറക്കിൽ ഉദ്ധരിക്കുകയാണ്, മഹാനവർ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിലാഷങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹാഭിലാഷം എന്താണ്? അപ്പോൾ ഒരാള് പറയുകയാണ്, എന്റെ ഉള്ളിലുള്ള അഭിലാഷം എന്താണെന്നറിയുമോ? ഈ കാണുന്ന വീട് മുഴുവനും പൊന്ന് നിറച്ചു വെച്ചിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാമായിരുന്നു. അതെന്റെ ഒരു ആഗ്രഹമാണ്. ഈ കാണുന്ന കെട്ടിടത്തിന്റെ ഉള്ളിൽ മുഴുവനും മംലൂഅതൻ ദഹബ, സ്വർണം നിറച്ചിരുന്നെങ്കിൽ ആ സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാമായിരുന്നു. രണ്ടാമത്തെ ആള് പറയുകയാണ്, ഈ വീട്ടിന്റെ ഉള്ളിൽ മുഴുവനും നല്ല രത്നങ്ങളും വിലപിടിപ്പുള്ള നല്ല പവിഴങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാമായിരുന്നു. ഓരോരുത്തരും പറഞ്ഞു, നല്ല പണമുണ്ടായിരുന്നെങ്കിൽ, നല്ല സ്വത്തുണ്ടായിരുന്നെങ്കിൽ, നല്ല സമ്പാദ്യമുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാമായിരുന്നു.
ഒടുവിൽ അവരെല്ലാവരും ചോദിച്ചു, അല്ലയോ ഉമറന്നവരെ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ആഗ്രഹം മറ്റൊന്നുമല്ല, ഈ ഭവനങ്ങൾ മുഴുവനും ലൗ അന്നഹാ മംലൂഅതൻ റിജാലൻ മിസ്ല അബീ ഉബൈദ ബിനുൽ ജറാഹ്, ഈ കാണുന്ന ഭവനങ്ങൾ മുഴുവനും അബൂ ഉബൈദ തങ്ങളെപ്പോലെ, മുആദ് ഇബ്നു ജബൽ തങ്ങളെപ്പോലെ, സാലിം മൗല അബീ ഹുദൈഫയെ പോലെ, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളെപ്പോലെ ഉള്ള നല്ല മനുഷ്യന്മാരെ കൊണ്ട് നിറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ബാക്കി എല്ലാവരും പറഞ്ഞു, സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, പൊന്നും പണവും പവിഴവും രത്നവും അമൂല്യമായ വിഭവങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൊന്നുമല്ല, ഈ കാണുന്ന പുര മുഴുവനും അബൂ ഉബൈദ തങ്ങളെപ്പോലെ, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളെപ്പോലെ, മുആദ് ഇബ്നു ജബൽ തങ്ങളെപ്പോലെ, ബഹുമാനപ്പെട്ട സാലിം മൗല അബീ ഹുദൈഫയെ പോലെ മഹാന്മാരായ ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഇന്ന് കാലം ആവശ്യപ്പെടുന്നത്. ഇന്ന് കാലം ആവശ്യപ്പെടുന്നത് ഈമാനുള്ള ചെറുപ്പക്കാരെയാണ്. കാണുന്ന മുഴുവൻ ബ്ലോഗിന്റെയും വീഡിയോയുടെയും ആട്ടങ്ങളുടെയും ആർഭാടങ്ങളുടെയും പിന്നിൽ പോകുന്ന യുവത വന്നപ്പോൾ കാലം പരീക്ഷിക്കപ്പെടുകയാണ്. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് തങ്ങൾ ആരാണ്? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എല്ലാം ചെലവഴിക്കാൻ സന്നദ്ധനായ ചെറുപ്പക്കാരൻ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആരാണ്? ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഒഴിഞ്ഞുവെക്കാൻ തയ്യാറായ ചെറുപ്പക്കാരൻ. ആരാണ് സാലിം റളിയല്ലാഹു അൻഹു ആരാണ്? രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന മഹാൻ. അപ്പോൾ അല്ലാഹുവിനെ അറിയുന്ന ചെറുപ്പക്കാരുണ്ടോ? നമ്മളെ തോൽപ്പിക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. നമ്മുടെ യുവത ഇന്ന് ആരോടാ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് ആരോടാ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളാകുന്ന ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാർ, മക്കൾ ഇന്ന് എവിടെയാണ് നിലകൊള്ളുന്നത്? ഞാൻ നീണ്ട ഒരു പ്രസംഗമൊന്നും നടത്തേണ്ട ആവശ്യമില്ല. കുറെ മണിക്കൂർ ഇങ്ങനെ ശബ്ദമുഖരിതമായതുകൊണ്ട് കാര്യമില്ല. ഒരാലോചന എന്നെയും നിങ്ങളെയും തിരുത്തിയാൽ അത് മതി. നമ്മുടെ ജീവിതം എപ്പോഴാണോ തഖ്വയുള്ളതാകുന്നത്, നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം എവിടെ? എന്നിലുണ്ട് പരിഹാരം. എപ്പോഴാണ് എന്നിൽ പരിഹാരം ഉണ്ടാവുന്നത്? ഞാനൊരു മുത്തഖിയാകുമ്പോൾ. ഈ ലോകത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം എവിടെ? നമ്മളിലുണ്ട്. എപ്പോഴാണ് നമ്മളിൽ പരിഹാരം ഉണ്ടാവുന്നത്? നമ്മൾ മുത്തഖീങ്ങളാകുമ്പോൾ, നമ്മൾ അല്ലാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നവരായി, അല്ലാഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കൽപ്പനകൾക്ക് വഴങ്ങുന്നവരായി ജീവിച്ചാൽ നമ്മളെ വെല്ലാൻ ഒരു അമേരിക്കക്കും സാധ്യമല്ല, ഒരു ഇസ്രായേലിനും സാധ്യമല്ല, ഒരു ലോകശക്തിക്കും സാധ്യമല്ല. നമ്മളെ വെല്ലാൻ സാധ്യമല്ല. നമ്മൾ വിചാരിക്കും ഇന്ന് ഈ കാണുന്ന പ്രശ്നം ഇതിപ്പുണ്ടായതാണ്. അല്ല, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ലോകത്ത് മുസ്ലിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ലോകത്ത് മുസ്ലിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ബൈത്തുൽ മുഖദ്ദസ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ
ക്രൈസ്തവ യൂറോപ്പ്, റോമക്കാരായ പാതിരിമാർ, ക്രൈസ്തവർ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കയ്യിലേക്ക് ഖുദ്സ് പട്ടണത്തിന്റെ താക്കോല് കൊടുക്കുകയാണ്. ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല ഉമർ റളിയല്ലാഹു അൻഹു. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാ വന്നത്? മദീനയിൽ നിന്ന് ഒരു പരിചാരകന്റെ കൂടെ രണ്ടുപേർക്കും കൂടി ഒരു വാഹനം. കുറച്ചു നേരം ഉമർ റളിയല്ലാഹു അൻഹു ആ വാഹനപ്പുറത്തിരിക്കും. ആ സമയത്ത് കൂടെയുള്ളയാൾ കടിഞ്ഞാൺ പിടിക്കും. കുറച്ചു കഴിയുമ്പോൾ അദ്ദേഹം വാഹനപ്പുറത്തിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു കടിഞ്ഞാൺ പിടിക്കും. അങ്ങനെയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് ഏറ്റെടുക്കാൻ വേണ്ടി ഖുദ്സിലേക്ക് വരുന്നത്. മദീനയിൽ നിന്ന് ആ ഖുദ്സിൽ എത്തിയപ്പോൾ ഊഴം വെച്ച് വന്ന ക്രമമനുസരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു കടിഞ്ഞാൺ പിടിച്ചിരിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വാഹനത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ടുണ്ട്. കൂടെയുള്ള സർവന്റെ വാഹനത്തിന്റെ മേലെയാണ്. ക്രൈസ്തവ യൂറോപ്പിന്റെ പാത്രിയാർക്കീസുമാർ, പാതിരിമാർ, അവരെല്ലാവരും പേരുകേട്ട ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാത്തു നിൽക്കുകയാണ്. എല്ലാവരും വാഹനപ്പുറത്തുള്ള ആളെ സ്വീകരിക്കാൻ പോയപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാനല്ല, ഈ കടിഞ്ഞാണ് പിടിച്ചിരിക്കുന്ന ആളാണ് ഉമർ ബിൻ ഖത്താബ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നപ്പോൾ കണ്ടം വെച്ച കുപ്പായമാണ്, കഷ്ണം വെച്ച് തുന്നിച്ചേർത്ത കുപ്പായം. മദീനത്തെ ഖലീഫ ധരിച്ച കുപ്പായം ഇട്ടിട്ടാ പോയേക്കണേ. ഉടനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വന്ന് കെട്ടിപ്പിടിച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന ഗവർണറാണ്, അവിടെ സിറിയയിലെ ഗവർണറാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. സ്വഹാബികൾ പലരുമുണ്ട്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, അല്ല ഉമർ എന്നവരെ, ഒരു നല്ല കുപ്പായ ഇട്ടിട്ട് വന്നൂടായിരുന്നോ? വലിയൊരു ഔദ്യോഗിക കാര്യം ഏറ്റെടുക്കാൻ വന്നല്ലേ, ഈ കണ്ടം വെച്ച കുപ്പായ ഇട്ടിട്ടാ വരുന്നത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ ഉബൈദ, നിങ്ങളെപ്പോലെ ഒരാൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളെപ്പോലെ ഒരാൾ ഈ ഒരു ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താ കാരണം? അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മുടെ പ്രതാപത്തിന്റെ അടിസ്ഥാനം പണമല്ല, അല്ലാഹുവിന്റെ ദീനാണ്. നമ്മൾ ഈ കാണുന്ന പ്രതാപം മുഴുവനും അനുഭവിക്കുന്നത് അല്ലാഹുവിന്റെ ദീനിനെ പരിഗണിച്ചത് കൊണ്ടാ, ഇസ്ലാമാകുന്ന ദീന് നമുക്ക് കിട്ടിയത് കൊണ്ടാ. അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് കിട്ടിയ പ്രതാപമാണ്. എന്നിട്ടാണോ അബൂ ഉബൈദ നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾക്കറിയുമോ, ആ ഖുദ്സ് പട്ടണം നമ്മുടെ കയ്യിൽ നിന്ന് പോയപ്പോൾ, ചരിത്രം വിശാലാണ്, ഞാൻ അതിലേക്കൊന്നും പോണില്ല. ആ ഖുദ്സ് പട്ടണം നമ്മുടെ കയ്യിൽ നിന്ന് പോയപ്പോൾ ഞെരിയാണി വരെ രക്തം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ഖുദ്സിന്റെ പരിസരത്ത്. ഞെരിയാണി വരെ ആളുകളുടെ രക്തം കെട്ടി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ക്രൈസ്തവരെയും ജൂതരെയും മുസ്ലിങ്ങളെയും കൊന്നുകളഞ്ഞിട്ടാണ് ആ ബൈത്തുൽ മുഖദ്ദസ് യൂറോപ്പ് പിടിച്ചെടുക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഏത് ഖുദ്സ? ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ക്രൈസ്തവ യൂറോപ്പ് ഏൽപ്പിച്ചു കൊടുത്തു. അത് തൗഹീദിന്റെ വീടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് ഉയർന്നത് അവിടെ നിന്നാണ്. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖുദ്സ് പട്ടണത്തിന്റെ താക്കോല് ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു ഉറുമ്പിന് പോലും നൊന്തിട്ടില്ല. ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചെന്തറിയോ? ദാവൂദ് നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ ഒരു പള്ളി ഉണ്ടല്ലോ, അതെവിടെയെന്ന്, ജൂതന്മാരുടെ. അപ്പൊ ക്രൈസ്തവര് പറഞ്ഞു ആ കാണുന്നതാണ്. അവിടെ വേസ്റ്റ് ഇടുന്ന സ്ഥലമായിരുന്നു. ക്രൈസ്തവര് ആ ഖുദ്സ് ഏറ്റെടുത്തപ്പോ
ജൂതന്മാരുടെ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലമായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കുപ്പായം കയറ്റി വെച്ച് അങ്ങോട്ട് ഇറങ്ങി ആ സ്ഥലം വൃത്തിയാക്കി. കാരണം ദാവൂദ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ നമ്മുടെയും നബിയാണ്. അവിടെ വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോ എല്ലാവരും കൂടെ ഇറങ്ങി അവിടെ വൃത്തിയാക്കി. ആ ഖുദ്സിൽ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും ജൂതന്മാർക്കും ഒരുപോലെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഖുദ്സ് പട്ടണമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഖലീഫമാരുടെ കാലത്ത്, അബ്ബാസികളുടെയും അമവികളുടെയും കാലത്ത്. എന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഖുദ്സ് പട്ടണം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നിട്ട് ഞെരിയാണിവരെ രക്തം തളം കെട്ടി നിൽക്കുകയാണ്. പിന്നെ ഖുദ്സ് പട്ടണം എപ്പോഴാണ് തിരിച്ചു കിട്ടിയത്? കൂട്ടുകാരാ, മനസ്സിരുത്തി ആലോചിക്കണം. ഒരു ചെറുപ്പക്കാരൻ ഉയർന്നു വന്നപ്പോഴാണ്. അതാരാന്നറിയോ? സയ്യിദുനാ സലാഹുദ്ദീൻ അയ്യൂബി. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു വന്നപ്പോഴാ. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉണ്ടായിരുന്നോ? ആധുനിക മിസൈലുകൾ ഉണ്ടായിരുന്നോ? അന്നത്തെ അഡ്വാൻസ്ഡ് വെപ്പൺസുകൾ ഉണ്ടായിരുന്നോ? മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 40 വർഷം മുടങ്ങാതെ ജമാഅത്തായി നിസ്കരിച്ച ദീനി ചിട്ടയാണ്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് മുടങ്ങാത്ത തഹജ്ജുദ് നിസ്കാരമാണ്. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഖുർആൻ പാരായണമാണ്. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു അറിയുമോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത മുഴുവനും ഓതിപ്പടിച്ച പണ്ഡിതനാണ്. മഹാനവറുകളെ തീരുമാനിച്ചു ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിക്കണം. ഈ ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിക്കാൻ നേരം മഹാനവറുകള് പോയത് ആർമി ട്രെയിനിങ്ങിലല്ല, മിലിറ്ററി എക്സ്പെഡിഷനല്ല. സലാഹുദ്ദീൻ അയ്യൂബി തങ്ങള് പോയത് പാതിരാത്രി സമയമായപ്പോൾ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഗല്ലികളിലൂടെ നടന്നു നോക്കി ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ ഇറങ്ങി. സുഖമായിട്ട് കിടന്നുറങ്ങുക. പലരും സുബൈക്ക് എഴുന്നേൽക്കണില്ല. തഹജ്ജുദിന്റെ സമയത്ത് ഉണരുന്ന വീടുകളില്ല. ഖുർആൻ പാരായണം കേൾക്കാനില്ല. അപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുദ്സ് പട്ടണം നമുക്ക് കിട്ടാൻ പോണില്ല. ഖുദ്സ് പട്ടണം നമുക്ക് കിട്ടാൻ പോണില്ല. ചോദിക്കട്ടെ സഹോദരന്മാരെ, റമളാനിന്റെ രാത്രികളിൽ നമ്മുടെ പണി എന്തായിരുന്നു? റമളാനിന്റെ രാത്രികളിൽ മുസ്ലിങ്ങൾ അധികം അധിവസിക്കുന്ന നാടുകളിൽ തറാവീഹ് ഉണ്ടെങ്കിലായി, ഇല്ലെങ്കിലായി. അത് കഴിഞ്ഞാൽ വലിയ കൊട്ടും പാട്ടും മേളയും പാതിരാ ഭക്ഷണ ഹബ്ബുകളും തെരുവോരങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവനും മന്തിയുടെയും അതുപോലെ പാതിരാ ഭക്ഷണത്തിന്റെയും ലോകത്ത് അവരുടെ ജീവിതം ഹോമിക്കുകയാണ്. നമ്മൾ എവിടാ ജീവിക്കണത്? യൂറോപ്യന്മാര് നേരത്തെ കിടന്നുറങ്ങും. 8 മണിയായ പിന്നെ ഒന്നും സാധനം കിട്ടൂല കടയിൽ നിന്ന്. എല്ലാരും നേരത്തെ കിടന്നുറങ്ങും, നേരത്തെ ഉണരും. അത് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പ്രദായമാ. നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം. നേരത്തെ എഴുന്നേറ്റാൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുവിനോട് മാപ്പിരക്കണം. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു 20 കൊല്ലത്തെ കഠിനാധ്വാനം എന്തിനാണ്? നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും മിലിറ്ററി എക്സ്പീരിയൻസ് നൽകാനല്ല,
സൈനിക പരിശീലനം നൽകാനല്ല, ആത്മീയമായ മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് മഹാനവറുകളൊന്ന് നടന്നു നോക്കി മുസ്ലിം വീടുകളുള്ള ഗല്ലികളിലൂടെ. അപ്പൊ തഹജ്ജുദിന് എല്ലാ വീട്ടിലും വെളിച്ചമുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഇനി ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് കിട്ടും, ഇനി ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ ഫാത്തിഹുൽ ഖുദ്സ് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചെടുത്തത്. നിങ്ങൾക്കറിയുമോ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഖുദ്സ് പട്ടണം സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ കൊണ്ടുതന്നത് തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണ്, ജമാഅത്ത് മുടക്കാതെയാണ്. ഭരണാധികാരിയായിരുന്നു, പക്ഷേ മരണപ്പെടുമ്പോൾ കഫം പുടവയ്ക്കുള്ള സ്വത്ത് പോലും സ്വന്തമുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾ ഇപ്പൊ എവിടാ? ചെറുപ്പക്കാരിപ്പോ എവിടാ? കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ രാഷ്ട്രീയപരമായി, ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ പൗരന്മാര് ഭാഗമാകണം. പക്ഷേ വിശ്വാസികളായ മുസ്ലിങ്ങൾ മതപരമായ അടിസ്ഥാന മൂല്യങ്ങളെ ലംഘിക്കുന്ന വിധത്തിലുള്ള ആറാട്ടുകളിൽ ഭാഗമാവരുത്. നമ്മൾ എന്തിനുള്ളവരാണ്? ഈ രാജ്യത്ത് അടുത്ത ഒരു 5 കൊല്ലം നമ്മുടെ സംസ്ഥാനത്തിലെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ആരാണ് നയിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള മത്സരമാണത്. അതിൻ്റെതായ രീതിയിൽ മാത്രം കണ്ടാൽ മതി. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അനന്തമായ പരലോകത്ത് ജയിക്കാനുള്ള ഒരു ഇലക്ഷനിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന കാലം മുഴുവനും നമ്മൾ മത്സരത്തിലാണ്. ആരോട്? തിന്മകളോട് നന്മ കൊണ്ട് ജയിക്കാനുള്ള മത്സരത്തിലാണ്. അള്ളാഹുവിന്റെ പ്രീതിയിലേക്ക് അടുക്കാനുള്ള മത്സരത്തിലാണ്. അതുകൊണ്ട് സാബിഖൂ ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക് മത്സരിക്കേണ്ടവരാണ് നമ്മൾ. അല്ലാതെ രാഷ്ട്രീയത്തിന്റെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മതമൂല്യങ്ങളെ ഹോമിച്ചുകൊണ്ട് മത്സരിക്കേണ്ടവരല്ല. വിശ്വാസികൾക്ക് എവിടെയും വിവേകം വേണം. ഏതോ ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവരുടെ മൂല്യങ്ങൾ മുഴുവനും ലംഘിച്ചു കളയുന്നു. ഏതോ ഒരാള് ഭരണാധികാരിയാക്കാൻ കുറെ മനുഷ്യർ അവരുടെ നിസ്കാര ഖളാക്കി, അവരുടെ മതമൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്ത്, അവരുടെ എല്ലാം പണയം വെച്ചുകൊണ്ട് അവരുടെ നല്ല ഒരു ആരോഗ്യം, നല്ല ഒരു സമയം തെരുവിൽ ഹോമിക്കുകയാണ്. വേണ്ട വേണ്ട, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇലക്ഷൻ ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. നമ്മളതിൽ ഭാഗമാവണം. പക്ഷേ നമ്മുടെ ജീവിതം അതിനുവേണ്ടി ഹോമിക്കാനുള്ളതല്ല. നമ്മൾ മൂല്യങ്ങളുടെ കാവൽക്കാരാവണം. നമ്മളെ മൂല്യങ്ങളുടെ കാവൽക്കാരാവണം. എല്ലാ മൂല്യങ്ങളെയും നശിപ്പിച്ചു കളയാനുള്ള കാലമല്ല. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണേ, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മത്സരിക്കണം. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ റഅയ്ത അർ-റജുല യുനാഫിസുക ഫിദ്ദുനിയാ, മോനെ, ആരെങ്കിലും ഒരാള് നിന്നോട് ഭൗതികമായ കാര്യത്തിൽ മത്സരിക്കാൻ വന്നാൽ, മോനെ, ഭൗതികമായ കാര്യത്തിൽ ഒരാൾ നിന്നോട് മത്സരിക്കാൻ വന്നാൽ, ഫനാഫിസു ഫിൽ ആഖിറ,
നിന്നോട് പണത്തിൽ മത്സരിക്കാൻ ഒരാൾ വന്നാൽ നീ നിസ്കാരത്തിൽ അവനോട് മത്സരിക്കണം, അവനെ തോൽപ്പിക്കണം. പ്രതാപം കൊണ്ട് നിന്നെ തോൽപ്പിക്കാൻ ഒരാൾ വന്നാൽ നീ സൽക്കർമ്മങ്ങൾ കൊണ്ട് അവനെ നേരിടണം. അതാണ് ഇദാ റഅയ്ത റജുല യുനാഫിസുക ഫിദ്ദുനിയാ, ദുനിയവിയായ കാര്യത്തിൽ ഒരാൾ നിന്നോട് മത്സരിക്കാൻ വന്നാൽ ഫനാഫിസ്ഹു ഫിൽ ആഖിറ, നീ ആഖിറത്തിന്റെ കാര്യത്തിൽ അവനെ പിന്നിലാക്കി നീ മുന്നിലാവണം. അവന്റെ കയ്യിൽ നല്ല പൈസ ഉണ്ട്, അതിനെ അസൂയ വെച്ചിട്ട് ഇങ്ങനെ അവനോട് മത്സരിക്കാൻ പോവല്ല. നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ബാക്കിയുള്ള സമയം ആഖിറത്തിൽ മൂല്യമുള്ള കർമ്മങ്ങൾ ചെയ്യണം. അപ്പൊ അവനേക്കാൾ നല്ല നിസ്കാരക്കാരനാവണം, അവനേക്കാൾ നല്ല നോമ്പുകാരനാവണം, അവനേക്കാൾ കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവനാവണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നീ ഒരു കാര്യം ചെയ്യണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സ്വഹാബത്ത് അങ്ങനെയാണ് ചെയ്തത്, നല്ല കാര്യത്തിൽ മത്സരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിന്റെ കാര്യം പറഞ്ഞാൽ സ്വഹാബത്ത് ഇബാദത്തിൽ മത്സരിക്കും, സദഖയുടെ കാര്യം പറഞ്ഞാൽ സദഖയിൽ മത്സരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ കൊണ്ടുവരാൻ പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഫസ്റ്റ് റാങ്ക് വാങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു റാങ്ക് വാങ്ങാൻ നോക്കി, നടന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനേക്കാൾ കൂടുതൽ ധർമ്മം ചെയ്തു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അറാക്ക മരത്തിൽ കയറി അതിൽ നിന്നൊരു കൊള്ളി പൊട്ടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാൻ. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കയറിയപ്പോൾ ഇൻകശഫത്ത് സാഖുഹു, മഹാനവറുകളുടെ തണ്ടങ്കാല് കാണാനിടയായി. മുട്ടിന് താഴോട്ടുള്ള ഭാഗമാണ്. വകാനത ദഖീഖതൻ ഹദീല, നേർത്ത മെലിഞ്ഞ കാലാണ്. ഫളഹിക മിൻഹാ ബഅദുൽ ഹാദിരീൻ, അപ്പൊ കുറച്ച് ആളുകൾ നോക്കി ചിരിച്ചു. ഓ, ഒരു എല്ലങ്കാലൻ, ഒരു മെലിഞ്ഞ കാലുള്ളയാൾ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതൽഹഖൂന മിൻ ദിഖത്തി സാഖി. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലും മെലിഞ്ഞത് കണ്ടാണോ നിങ്ങൾ ചിരിക്കുന്നത്? വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു സാക്ഷി, ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ജബലി ഉഹദ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളുടെ ആ മെലിഞ്ഞ കാല് അള്ളാഹുവിന്റെ അടുക്കൽ ഉഹദ് പർവ്വതത്തെക്കാൾ ഭാരമുള്ള മൂല്യമുള്ളതാണ്. കാരണം ആ കാല് ഇബാദത്തിന് ഉപയോഗിക്കുന്ന കാല, ആ കാല് നിന്ന് നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന കാല, ആ കാല് നിന്ന് ഖുർആൻ ഓതാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാലാണ്. അതുകൊണ്ട് കാലിന്റെ വണ്ണമല്ല, വലിപ്പമല്ല, മൂല്യമാണ്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ഈ വീട് മുഴുവനും പൊന്നു വേണമെന്നല്ല, രത്നം വേണമെന്നല്ല, സമ്പത്ത് വേണമെന്നല്ല, അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് തങ്ങളെ പോലെയുള്ള ചുണക്കുട്ടന്മാര് ആബിദീങ്ങൾ ഉണ്ടായാൽ അതാണ് വേണ്ടത്. ഈ നാട്ടിൽ യുദ്ധം ബാധിക്കാതിരിക്കണോ? ഈ നാട്ടിൽ ദുരന്തം വരാതിരിക്കണോ? നാട്ടുകാരായ ചെറുപ്പക്കാർ സ്വാലിഹീങ്ങളാവണം. പ്രായമുള്ളവര് സ്വാഭാവികമായും ആത്മീയ വിചാരമുള്ളവരാണ്. കുട്ടികൾ പഠിച്ചു വളർന്നു വരുന്നവരാണ്. അവർ യുവാക്കളെ കണ്ടാണ് റോൾ മോഡലുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാര് നന്നായാൽ ഒരു ജനത നന്നാവും. ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുത്തഖീങ്ങളാവണം, നല്ല കാര്യങ്ങളിൽ മത്സരിക്കുന്നവരാകണം. ഈ മഹല്ലിലെ ഒരു വീട്ടിലും അനാവശ്യങ്ങളുള്ള കല്യാണം ഉണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് ചെറുപ്പക്കാരാണ്. എന്റെ കല്യാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തപ്പെട്ട കല്യാണമാവണം. ആര് തീരുമാനിക്കണം? പുതിയാപ്പിള തീരുമാനിക്കണം, ചെറുപ്പക്കാര് തീരുമാനിക്കണം. ഈ മഹല്ലിലെ മുഴുവൻ വീടുകളിലെയും ദീന് അവരുടെ ചെറുപ്പക്കാരുടെ കയ്യിലിരിക്കുകയാണ്. സഹോദരിമാരെ,
നിങ്ങൾക്കും വലിയ റോളുണ്ട്. നമ്മുടെ വീട്ടിൽ ദീന് ഉയർന്നു നിൽക്കണം. മറ്റെല്ലാത്തിനേക്കാളും ദീനിന് മൂല്യം വേണേ. അള്ളാഹുവിന്റെ ദീൻ, അതിന് പ്രാധാന്യം കൊടുക്കുന്ന ജനതയുണ്ടായാൽ അതിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അറിയുമോ, അഅറാബികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരും. എന്നിട്ട് പറയും, അഅ്തിനി മിമ്മാ അഅതാകല്ലാഹു മിമ്മാ ലില്ലാഹ്. ഓ പ്രവാചക പ്രഭോ, പടച്ചോൻ തന്ന കുറെ പൈസ ഇല്ലേ, ആ പൈസ കുറച്ചിങ്ങോട്ട് തന്നാളി. അഅറാബികൾ എങ്ങനെയാ? അവര് ചിലപ്പോ യാ മുഹമ്മദ് എന്നൊക്കെ വിളിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിൻ പുറത്തുകാരാ, അവർക്ക് കൾച്ചർ അത്ര ഉണ്ടാവൂല. അതുകൊണ്ട് മദീനത്ത് ഇടക്കിടക്ക് വരും. മദീനക്കാരായ സ്വഹാബികൾക്ക് അവര് വരുമ്പോ ചിരി വരും. കാരണം എന്താ? അവരാ നാട്ടിൻ പുറത്തെ സ്വഭാവത്തിലാ വരിക. പിന്നെ ഈ മദീനക്കാരായ സ്വഹാബത്തിനും എന്തെങ്കിലും വിക്രസ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടാ ചോദിപ്പിക്കുക. അങ്ങനെ ഓരാണ്ട് ചോദിച്ചോളൂ, എന്തേപ്പ അവിടേക്ക് പോണത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അങ്ങനെ ചോദിക്കാൻ കഴിയില്ല, ഉമർ റളിയല്ലാഹു ചോദിക്കാൻ കഴിയില്ല. അവ നാട്ടിൻ പുറത്തുകാരായ സ്വഹാബികൾ വരുമ്പോൾ, അഅറാബികൾ വരുമ്പോ പട്ടണക്കാരായ സ്വഹാബികൾക്ക് ഒരു കൗതുക. അവരിങ്ങോട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ നോക്കാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് കഴിയൂല, ബഹുമാനം കൊണ്ട്. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ശബ്ദമുയർന്നു പോകുമോ എന്നുള്ള പേടിയാ. അപ്പോഴായിരിക്കും നാട്ടിൻ പുറത്തൊരു അഅറാബി വന്നിട്ട് ചോദിക്കും, മുഹമ്മദ് എവിടെ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് അങ്ങനെ അറിയൂ. യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിട്ടൊക്കെ വിളിക്കും. അങ്ങനെ വിളിച്ചിട്ട് ഒരാൾ വന്ന് ചോദിക്കുക, അഅ്തിനി മിമ്മാ അഅതാകല്ലാഹ്, പടച്ചോൻ തന്ന കുറെ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ കൊണ്ട് തന്നാളി എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് അഅറാബികൾ. എന്നാൽ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോട് പലരും പലതും ചോദിച്ചപ്പോൾ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൽനി യാ റബീഅ, ഓ റബീഅത്തെ വേണ്ടത് ചോദിച്ചോ. എന്ത് ചോദിക്കാം, ചോദിച്ചാൽ കിട്ടും. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചോദിക്കാം? സൽനി യാ റബീഅ, വേണ്ടത് ചോദിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, വല്ലാഹു ഹുവൽ മുഅ്തി വ അനൽ ഖാസിം, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, ഞാനാണ് വിതരണം ചെയ്യുന്നയാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യത്തിന് തുല്യം വേറെ ആർക്കും ഔദാര്യമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തു ചോദിച്ചാലും കൊടുക്കും, റെഡിയാണ്. റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സല്യ റബീഅ, വേണ്ടത് ചോദിച്ചോ റബീഅത്തെ. റബീഅ റളിയല്ലാഹു അൻഹു അല്പം ആലോചിച്ചിട്ട് പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്. അല്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, എനിക്ക് നാളെ പരലോകത്ത് തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവണം, അതേ ചോദിക്കാനുള്ളൂ, വേറൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ ഗൈറ ദാലിക യാ റബീഅ, വേറൊന്നും വേണ്ടേ? വേറൊന്നും വേണ്ട. അതാണ് ബുദ്ധിമാനായ ചെറുപ്പക്കാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ പാസാക്കിയിരിക്കുന്നു റബീഅ, അഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, ഫയൽ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തോളൂ, സുജൂദ് കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. സാധാരണ മന്ത്രിമാരോട് നമ്മളൊരു കാര്യം ചെന്നിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് വീട് വേണം, ആ വീട് വേണമല്ലേ, നിങ്ങളുടെ ഫയല് അവിടെ കൊടുത്തോളി, എന്നിട്ട് അടുത്ത ആഴ്ച വന്നോളി.
എന്നൊക്കെയാണല്ലോ പറയാ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, ചോദിച്ചത് തന്നിരിക്കുന്നു, സുജൂദ് അധികരിപ്പിക്കണം കേട്ടോ. ആ റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചത് അസ്അലുകൽ ജന്നതല്ല, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗം വേണമെന്നല്ല, തങ്ങളുടെ സാന്നിധ്യമുള്ള സ്വർഗം വേണം. അതിൽ മഹബ്ബത്തുണ്ട്, ഈമാനുണ്ട്, തഖ്വയുണ്ട്. ഫിർഔന്റെ കൊട്ടാരത്തിൽ ജീവിച്ച ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താ, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയണമെന്നല്ല, ഇൻദക, അല്ലാഹുവേ നിന്റെ അടുക്കൽ അഥവാ നിന്റെ പ്രീതിയിൽ എനിക്ക് ഭവനം വേണം. അതുകൊണ്ടാണ് സഅലത്തി ദാറ, സഅലത്തിൽ ജിവാറ ഖബല ദാർ, വീടല്ല ആദ്യം ചോദിച്ചത്, ആ വീട് എവിടെയാകണം എന്നാണ് ആദ്യം ചോദിച്ചത്. അതുപോലെയാണ് റബീഅ റളിയല്ലാഹു അൻഹു സ്വർഗമല്ല ചോദിച്ചത്, സ്വർഗത്തെക്കാൾ മുമ്പ് ചോദിച്ചത് മുറാഫഖത്താണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗം വേണമെന്നല്ല, തങ്ങളുള്ള സ്വർഗം വേണം. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചെന്താ, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു വീട് വേണം. അല്ലാഹുവേ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നവളാ, അതുകൊണ്ട് നിന്റെ സാമീപ്യം വേണം. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, എനിക്ക് അവിടുത്തോട് ഇഷ്ടമാണ്, അതുകൊണ്ട് അവിടുത്തെ മുറാഫഖത്ത് വേണം. അതാണ് റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കാനുള്ളത്. അതുകൊണ്ട് യുദ്ധകാലം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ യുദ്ധം നടത്താനുള്ള കാലമല്ല. ചിലർ വിചാരിക്കും സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടില്ലെങ്കിൽ നമ്മൾ ഏതോ രാജ്യത്തോട് സ്നേഹമുള്ളവരാണ്, എതിരുള്ളവരാണ്. സോഷ്യൽ മീഡിയയെ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തോ ആയി പോകുന്നു. നമ്മൾക്ക് ഓരോ കെടുതിയുടെ കാലവും നന്മയുടെ കാലമാണ്. ഓരോ കെടുതിയുടെ കാലവും നമുക്ക് നന്മയുടെ കാലമാണ്. അറിയുമോ, മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായപ്പോൾ ഞങ്ങൾ സന്ദർശിച്ചു. മഹാനായ ഷഖീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഫജഅല യബ്കീ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. എന്തിനാണ് ഇബ്നു മസ്ഊദ് എന്നവരെ കരയുന്നത്? ഇന്നി ലാ അബ്കീ ലിഅജലിൽ മറളി, രോഗമായി പോയതിന്റെ പേരിൽ ആവലാതിപ്പെട്ടുകൊണ്ട് കരയുകയല്ല. ലിഅന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മറളു കഫാറ, രോഗം പാപമോക്ഷത്തിനുള്ള കാരണമാണ്. പാപമോക്ഷത്തിനുള്ള കാരണമാണ്. എനിക്കുള്ള പ്രശ്നം എന്താണ്? എനിക്ക് ആരോഗ്യമുള്ള യുവത്വകാലത്ത് രോഗം വന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ എനർജറ്റിക് ആയിട്ട് ചെയ്യുന്ന കാലത്ത് രോഗം വന്നാൽ അതിന് ക്ഷമിച്ചതിന്റെ കൂലി വലുതാ. ഇപ്പൊ ഞാൻ ഈ കിടക്കുമ്പോ രോഗം വന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, എന്തായാലും കിടക്കാണല്ലോ. ഈ കിടക്കുമ്പോ രോഗം വന്നാൽ കൂടുതൽ ക്ഷമിക്കാനില്ല. ഓടിച്ചാടി നിൽക്കുമ്പോൾ രോഗം വന്നാൽ അതിൽ കൂടുതൽ ക്ഷമിക്കാനുണ്ട്. എനിക്ക് ക്ഷമിക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല, മറിച്ചോ ആക്റ്റീവായി നിൽക്കുന്ന സമയത്തല്ലല്ലോ, ഞാൻ കിടക്കുന്ന നേരത്താണല്ലോ. അപ്പോൾ ഈ രോഗത്തിന് ക്ഷമിക്കുന്നതിന് കൂലി കുറവാണല്ലോ. കാരണം എന്താണെന്നറിയോ? ഒരാള് നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ രോഗിയായാൽ ആ രോഗത്തിന്റെ സമയത്ത് ആ ആക്റ്റീവായ സമയത്ത് ചെയ്തതുപോലെയുള്ള കർമ്മങ്ങളുടെ കൂലി കിട്ടും. റമദാൻ മാസത്തിൽ ആദ്യത്തെ 10 മുഴുവൻ എല്ലാ പള്ളിയിലെ കാര്യങ്ങൾക്കും അടിപൊളിയായി നിന്നു.
ഓടിച്ചാടി ഇഫ്താറിന് എല്ലാത്തിനും നിന്നു. 11 ചെറിയ രോഗം വന്ന് കടന്നുപോയി. ആ കിടക്കുന്ന ദിവസങ്ങളിൽ ആദ്യത്തെ 10 ചെയ്ത അത്രയും കർമ്മത്തിന്റെ കൂലി കിട്ടും. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എനർജറ്റിക്കായി ഞാൻ ഓടിച്ചാടുമ്പോഴായിരുന്നെങ്കിൽ ഈ രോഗം കൊണ്ട് അത്ര വലിയ കൂലി കിട്ടിയേനെ. അതുകൊണ്ട് നമ്മുടെ ലോകത്ത്, മുസ്ലിം ലോകത്ത് യുദ്ധം അഭിമുഖീകരിച്ചത് ഇന്ന് മാത്രമല്ല, ഇന്നലകളിൽ മുഴുവനും ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട് വന്നവരാണ് നമ്മൾ. അവിടെ ജയിക്കാനുള്ള മരുന്ന് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജീവിതമാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കൊട്ടാരത്തിൽ പോയി. സ്പെയിനിലെ ഒരു കൊട്ടാരത്തിലാണ്. ആ കൊട്ടാരത്തിൽ നിന്നാണ് അമവി ഭരണകൂടത്തിലെ അവസാനത്തെ ഭരണാധികാരി കോട്ടയുടെ താക്കോല് ഫെർഡിനൻഡിന്റെയും ഇസബെല്ലയുടെയും കയ്യിൽ കൊടുത്തിട്ട് പിരിയുന്നത്. കോട്ട പൊളിക്കണ്ടെന്ന് കരുതിയിട്ട് ഭരണാധികാരി താക്കോല് ഫെർഡിനൻഡിന്റെയും ഇസബെല്ലയുടെയും കയ്യിൽ കൊടുത്തു. എന്നിട്ട് അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കോട്ടയിലേക്ക് തിരിച്ചൊന്ന് നോക്കി. ഞങ്ങൾ ആ കോട്ടയിൽ പോയിട്ടാ വരുന്നത്. ആ നോക്കിയപ്പോൾ ഭരണാധികാരിയുടെ ഉമ്മ ധീരയായ ആയിഷ എന്ന മഹദി പറഞ്ഞു, എടാ, ഇപ്പൊ പെണ്ണിനെ പോലെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, ഇന്നലെ ആണിനെ പോലെ ജീവിക്കേണ്ടിയിരുന്നു. ഇന്നലെ ആൺകുട്ടിയെ പോലെ ജീവിച്ച് ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും നിസ്സാരനായി നീ കരയേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ട് ജീവിക്കുന്ന കാലം നന്മയുടെ മരങ്ങളാവണം, നല്ലത് ചെയ്ത് ജീവിക്കണം. ഇന്നലെ കൊട്ടാരത്തിൽ ആട്ടും പാട്ടവും തോന്നിവാസവും വന്നപ്പോൾ ഈ ബോധമുണ്ടായില്ല. എല്ലാം പണയം വെച്ച് കളഞ്ഞപ്പോൾ ഈ ബോധമുണ്ടായില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പ്രതാപം വരണോ, ഇസ്സത്ത് വരണോ, ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അല്ലാഹുവിലേക്ക് മടങ്ങണം. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. പ്രതാപം അല്ലാഹുവിന്റെ പക്കലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കലാണ്. ആ പ്രതാപം കിട്ടണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചോ പ്രതാപമുണ്ട്. അതാണ് വലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ. മുഅ്മിനീങ്ങൾക്ക് പ്രതാപം എന്ന് പറഞ്ഞാൽ എന്താ? ആ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചാൽ പ്രതാപമുണ്ട്. വലിൽ മുഅ്മിനീൻ, ആ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണോ, ശരിയായി ഉറപ്പുള്ളവരാണോ, നമ്മളെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും. നമ്മൾ ചോദിക്കും, അല്ല, നിങ്ങളൊക്കെ പണ്ട് ബദറല്ലേ വയത് പറഞ്ഞിരുന്നത്, ഇപ്പൊ എന്തേ ബദർ പറയാത്തത്? ബദറിലിറങ്ങിയ മലക്കുകൾ എവിടെ? ബദരീങ്ങളെ സഹായിച്ച മലക്കുകൾ എവിടെ? അതെന്തേ ഫലസ്തീനികളെ സഹായിക്കാത്തത്? അതെന്തേ മറ്റു രാജ്യത്ത് വരാത്തത്? അതിന് മറുപടി ഒന്നേ ഉള്ളൂ, നമ്മൾ ബദരീങ്ങളായാൽ ബദറിലിറങ്ങിയ മലക്ക് ഇവിടെയും ഇറങ്ങും. നമ്മളെ ബദരീങ്ങളാവുക എന്ന് പറഞ്ഞാൽ പടവാളും എടുത്തിറങ്ങാന്നല്ല. ബദരീങ്ങൾക്കുണ്ടായിരുന്ന ഗുണമെന്താണ്? ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. ബദരീങ്ങൾക്കിറങ്ങിയ മലക്കുകൾ വരാത്തത് നമ്മൾ ബദരീങ്ങളാവാത്തത് കൊണ്ടാണ്. ബദരീങ്ങളുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ബദരീങ്ങളുടെ നേതാവാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹ്. സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ബദരീങ്ങളുടെ നേതാവ്. ബദർ യുദ്ധം നടക്കുമ്പോ നേതാവിന്റെ പണി എന്തായിരുന്നു? ബദരീങ്ങൾ ബദർ നടക്കുമ്പോ ബദറിന്റെ തലേ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിട്ടില്ല. എന്തായിരുന്നു? അല്ലാഹുവിനോട് ദുആർക്ക്, അല്ലാഹുവിനോട് ദുആ ചെയ്യുക, പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്.
രണ്ട് കൈകളും വാനലോകത്തേക്ക് ഉയർത്തിയിട്ട് ബദരീങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേങ്ങി തേങ്ങി കരയുമ്പോൾ കൂടെയുള്ള സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് തന്നെ ദയ തോന്നി. അത്രയും കരയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്രയും സങ്കടപ്പെടാണ്. അപ്പൊ തോളോട് ചേർന്ന് നിന്നുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടുന്ന് ഇങ്ങനെ സങ്കടപ്പെടരുത്, അള്ളാഹു കൈവിടൂല, ഇങ്ങനെ സങ്കടപ്പെടരുത്, നമ്മൾ ജയിക്കും. അപ്പൊ ബദരീങ്ങളുടെ നേതാവിന്റെ പണി എന്തായിരുന്നു? രാത്രി മുഴുവനും അള്ളാഹുവിനോട് ദുആ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളിൽ എത്ര പേര് അള്ളാഹുവിനോട് ദുആക്കുണ്ട്? ബാബരി മസ്ജിദ് പൊളിച്ചു പോവല്ലേ എന്ന് തഹജ്ജുദിന് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്ത എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? ഒന്ന് കൈവക്കാൻ പറഞ്ഞ വിഷമാവോ? മുദ്രാവാക്യം വിളിക്കാണ്ടായി, ബാനർ കെട്ടാണ്ടായി, പോസ്റ്റ് ഉണ്ടാക്കാനുണ്ടായി. നമ്മൾ അല്ലാഹു ആകുന്ന രാജാതിരാജനോട് ഈ കാണുന്ന ഏകദേശം വരുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന 20 കോടിയിലേറെ വരുന്ന മുസ്ലിമീങ്ങൾ, 20 കോടിയിലേറെ 23 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളുടെ ഇവിടെ നമ്മളിൽ എത്ര ആളുകൾ അള്ളാഹുവോട് ദുആ ചെയ്തു, അല്ലാഹ് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഞങ്ങളുടെ പള്ളി കാത്തു തരണേ എന്ന് ദ്വാരക്കാൻ നേരം ഉണ്ടായോ? നമ്മൾ മെസ്സേജ് അയക്കുക, മിസൈൽ വിടുക, കുറ്റം പറയുക, കമന്റ് അടിക്കുക, അത് പറയാ ഇത് പറയാ, നമുക്കതേ നേരമുള്ളൂ. ഇപ്പോഴുണ്ടായ GCC പ്രതിസന്ധിയുടെ പേരിൽ മനസ്സൊരുകിയിട്ട് അള്ളാഹിനോട് ദ്വാരക്കുന്ന എത്ര പേരുണ്ട്? ആദ്യത്തെ ഒരു പണിയാണല്ലോ ദ്വാരക്ക എന്നുള്ളത്. നമുക്കിപ്പോ ഒരു പണിയുണ്ട്, ദ്വാരക്കണേ ദ്വാരക്കണേ മെസ്സേജ് ഇങ്ങനെ വിടും, എന്നിട്ട് സ്വന്തം ദ്വാരക്ക ഉണ്ടാവും. അള്ളാഹുവിനോട് ദ്വാരക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവ്, മുഅ്ജിസത്ത് കൊണ്ട് അലങ്കരിക്കപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ നേതാവ്, അല്ലാഹ് ഞങ്ങളെ തോപ്പിക്കല്ലേ അല്ലാഹ്, ഞങ്ങൾ തോറ്റോ ഇവിടെ ആരും ഉണ്ടാവില്ല അല്ലാഹ്. പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ആ ദുആ ചെയ്ത സ്ഥലത്താണ് ഒരു കുടിലുണ്ടായിരുന്നത്, അവിടെയാണ് ഇന്ന് മസ്ജിദുൽ അരീഷ് നിലനിൽക്കുന്നത്. ആ പള്ളിന്റെ ഉള്ളിൽ എന്തായിരുന്നു പണി? അല്ലാഹുവിനോട് കക്ഷം കാണുന്നവരെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാവ് വെളുക്കുവോളം ദുആ ചെയ്തു. സ്വഹാബത്തിന്റെ പണി എന്തായിരുന്നു? ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. സ്വഹാബത്തിന് അന്നൊരു മുദ്രാവാക്യമേ ഉള്ളൂ, യാ റസൂലല്ലാഹ്, ഞങ്ങൾ തങ്ങളടുത്തേക്ക് വരിക അല്ലാതെ ഞങ്ങൾ എവിടേക്ക് പോവാനാ? ഇതായിരുന്നു ബദരീങ്ങളെ ഗുണം. ലൈസ ലനാ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാ, ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, ഞങ്ങൾക്ക് തങ്ങളടുത്തേക്ക് ഓടി വരിക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾ ആലോചിക്കും അവരെവിടാ പോവാന്ന്. അതിനുള്ള മറുപടി സ്വഹാബത്ത് പറഞ്ഞു, വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി, ജനങ്ങൾ അവരുടെ നേതാവിലേക്കല്ലാതെ പിന്നെ എവിടെ പോവാനാ? അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരണം, തങ്ങളെ മഹബ്ബത്ത് വെക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണം. നമുക്ക് നേരം ഉണ്ടാവും. ഇപ്പൊ പള്ളികളിലൊക്കെ ആഴ്ച സലാത്തിന് എത്ര ആളുണ്ട് ഇവിടെ? ഇവിടെ ആഴ്ച സലാത്തില്ലേ? പണ്ട് എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച രാവ് സ്വലാത്ത്. ഇന്ന് ജമാഅത്ത് കഴിഞ്ഞാൽ ദുആരക്കാനിരിക്കാൻ ആളെവിടെ? ദുആയ്ക്കുമ്പോൾ ആള് ചാടി പുറത്തിറങ്ങി കഴിഞ്ഞു, പകുതിയിലേറെ ആളും. പുറത്തിറങ്ങി എന്താ പണി? ഒരു പണിയില്ല. നീ എന്നാടാ ഗൾഫിൽ നിന്ന് വന്നേ? നീ എന്നാടാ പോണ്? പള്ളിന്റെ ഉള്ളിൽ നിന്നപ്പോ എന്തായിരുന്നു പ്രശ്നം? വെള്ളിയാഴ്ച ജുമഅക്ക് നേരത്തെ വരണം, അൽ കഹ്ഫ് ഓതണം, സ്വലാത്ത് ഓതണം, സ്വലാത്തു ചൊല്ലണം. ഇന്ന് എത്ര ആളുകൾക്ക് നേരം കിട്ടുന്നുണ്ട് അതിന്? ഈ സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ,
കഴിഞ്ഞ വെള്ളിയാഴ്ച അൽകഹ്ഫും സ്വലാത്തും ചൊല്ലാത്ത ആളുകളോട് ചോദിക്കുക, നിനക്ക് നേരം കിട്ടാത്തോണ്ടാണോ ഓതാഞ്ഞത്? ഒരു 10 മിനിറ്റ് കിട്ടായിട്ട, അതോ വേണമെന്ന് വെച്ച് പോയിട്ടോ? ഭൂരിപക്ഷ ആളുകളും അത് വേണമെന്ന് വിചാരിച്ച് നേരത്തെ പള്ളിയിൽ പോണില്ല. അതുവരെ ഇങ്ങനെ തോണ്ടിയിരിക്കുക. ചിലപ്പോ ഖുത്ബ വഴി കാണാൻ ചെറുപ്പക്കാരൊക്കെ മൊബൈലില്ല. നമ്മൾ ഇന്ന് എവിടെയാണ് ജീവിക്കുന്നത് നമ്മൾ ആലോചിക്കണം. വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ വരാൻ നേരമില്ല, അൽകഹ്ഫ് ഓതാൻ നേരമില്ല, സ്വലാത്തു ചൊല്ലാൻ നേരമില്ല. ജുമുഅന്റെ ജമാഅത്ത് കഴിഞ്ഞാൽ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് ദുആയിക്ക് ഇരിക്കാൻ നേരമില്ല. അങ്ങനെ വരുമ്പോൾ ഏതോ കുത്തക രാജ്യത്തെ അക്രമിയായ ഭരണാധികാരിക്ക് തോന്നും അവിടെ 4 ബോംബും കൂടെ പൊട്ടിക്കോട്ടേന്ന്. അപ്പൊ നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അള്ളാഹുവിന്റെ പരീക്ഷണം പല വിധത്തിലുണ്ട്. മാനമിടിഞ്ഞു വീഴുന്നത് മാത്രമല്ല, അള്ളാഹു തആല വെക്കുന്ന പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമാണ് അക്രമികളായ ഭരണാധികാരികൾ. അത് റബ്ബിന്റെ പരീക്ഷണമാണ്. അതുകൊണ്ടല്ലേ പണ്ട് മുതലേ നമ്മൾ ദുആ ചെയ്യുന്നത്, ലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക വലാ യർഹമുനാ. പടച്ചോനെ, നിന്നെ പേടിക്കാത്ത, ഞങ്ങളോട് കരുണയില്ലാത്തവരെ ഞങ്ങളുടെ ഭരണാധികാരികളാക്കല്ലേ എന്ന്. കാരണം എന്താ? അള്ളാഹു പരീക്ഷിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു പരീക്ഷണാണ് അക്രമിയായ ഭരണാധികാരിയെ തരിക എന്നുള്ളത്. അത് മുഖ്യമന്ത്രിയാവാം, പ്രധാനമന്ത്രിയാവാം, വേറെ രാജ്യത്തിന്റെ മന്ത്രിയാവാം, ഐക്യരാഷ്ട്ര നേതാവാകാം, ലോകരാഷ്ട്ര നേതാവാകാം, പലതും ആവാം. അങ്ങനെ എല്ലാം ഉണ്ടാവാം. അങ്ങനെ ഒന്നും തരല്ലേ എന്ന് ദുആ ചെയ്യണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അതിജീവിക്കാനുള്ള മാർഗം എന്താണ്? നാളെ വെള്ളിയാഴ്ചയാണ്. അൽകഹ്ഫ് മുടക്കണ്ട, സ്വലാത്ത് ചൊല്ലാൻ മടി വേണ്ട. നിസ്കാരം കഴിഞ്ഞാൽ ഇജാബത്തുള്ള സമയമാണ്. ഇരുന്ന് ഒരുമിച്ചൊന്ന് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഗൾഫിലുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നത് അവരുടെ അധ്വാനത്തിന്റെ ഭാഗം കൂടിയാണ്. നീ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേന്ന് പടച്ചവനോട് ദുആ ചെയ്യണേ. അല്ലാതെ ചില ആളുണ്ട് നിസ്കാരത്തിന് കയറുന്നതിന് പോകും, ഇറാൻ ഇപ്പൊ എന്താ ചെയ്തത്? നിസ്കാരത്തിൽ മൊത്തം ആലോചനയ്ക്ക് ഇറാന് വല്ല ബോംബിട്ടോ? അവനാരാ? അമേരിക്കന്റെ പ്രസിഡന്റ് ആണല്ലേ, ബ്രിട്ടന്റെ നേതാവാണല്ലോ. അത്ര പ്രാധാന്യത്തോടെ ഈ ന്യൂസൊക്കെ നോക്കുക. സലാം വീട്ടിൽ ഉടനെ നോക്കും, ഇനി അടുത്ത ബോംബ് എവിടെ വീണത്? ഇയാളാരാ? ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ. നോട്ടം കണ്ട അങ്ങനെ വിചാരിക്കുക അയാളെ നിയന്ത്രിക്കണേതാ. കമന്റേറ്റ അങ്ങനെ വിചാരിക്കുക നമ്മുടെ നോട്ടം അവിടെയാണ്. അതേ സമയത്ത് നിസ്കാരത്തിന് മുമ്പേ പോയി അൽകഹ്ഫ് ഓതി സ്വലാത്ത് ചൊല്ലി ജുമാ കഴിഞ്ഞ് അവിടെ ഇരുന്ന് ജമാഅത്തോടെ ഇരുന്ന് ദുആ ഇറക്കണം. അല്ലാഹ് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. ആ ദുആ ഇജാബത്തുള്ള സമയമാണ്. നിസ്കാരത്തിന് ശേഷമുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. കൂട്ടമായി ദുആ ഇറക്കുമ്പോൾ ഇജാബത്തുണ്ട്. സുബ്ഹാനല്ലാഹ് 33 ചൊല്ലി, അൽഹംദുലില്ലാഹ് 33 ചൊല്ലി, അല്ലാഹു അക്ബർ 33 ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുമ്പോൾ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാര്യം ഏറെയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഖത്തീബ് ചിലപ്പം വായിക്കും, ഇന്നടത്ത് നിന്ന് മരിച്ച ആളെ പേര് മയ്യിത്ത് നിസ്കരിക്കണമെന്ന്. അപ്പൊ കുറെ ആളങ്ങ് പോകും. ഓല വിചാരെന്താ? നമ്മളാരും മരിക്കാൻ പോണില്ല എന്നാ. ചിലപ്പോ അടുത്ത വെള്ളിയാഴ്ച ഓന്റെ പേരായിരിക്കും വായിക്കുക. നമ്മുടെ പോക്കാണ്ട് പോയി. അപ്പൊ നമുക്കതിന് നേരം വേണം. നമുക്ക് പള്ളിയിൽ ചെലവഴിക്കാൻ നേരം വേണം, ഖുർആൻ ഓതാൻ നേരം വേണം, സ്വലാത്തു ചൊല്ലാൻ നേരം വേണം, ദിക്റ് ചൊല്ലാൻ നേരം വേണം, ഹദ്ദാദ് ചൊല്ലാൻ നേരം വേണം. അങ്ങനെയൊക്കെ നമുക്ക് നേരമില്ലാതെ വന്നപ്പോഴാണ് നമ്മുടെ നേരെ പലരും വരാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരുപാട് പരീക്ഷണങ്ങളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഏത് കാലത്തും നമുക്കുള്ള ജയം എവിടെയാണ്?
തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദതി. എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം തഖ്വയാണ്. എല്ലാ പരാജയത്തിന്റെയും അടിസ്ഥാനം എന്താണെന്നറിയുമോ? വത്തിബാഉ അഹ്വാ, നമ്മുടെ വികാരങ്ങളുടെ പിന്നിൽ സഞ്ചരിക്കുന്നതാണ്. ഇഷ്ടമുള്ളത് കാണണം, ഇഷ്ടമുള്ളത് കേൾക്കണം, തോന്നിവാസങ്ങളിൽ ഇടപെടണമെന്ന് പറഞ്ഞാൽ അതെല്ലാ ശർറിന്റെയും അടിസ്ഥാനമാണ്. തഖ്വൽ ഇലാഹ്, അല്ലാഹുവിൽ തഖ്വയുള്ളവരാകണം. അല്ലാഹു നമ്മളെ മുഴുവനും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും ഒരു 5 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നിന്നാൽ 2 കലിമത്ത് പറഞ്ഞ് വെള്ളിയാഴ്ചയല്ലേ ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. ഓ മുഅ്മിനീങ്ങളെ, നമ്മളിവിടെ എന്നെന്നും ജീവിക്കാൻ വന്നവരല്ല. ഈ ലോകത്തിന്റെ മുഴുവനും എന്നത്തെയും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 കൊല്ലമല്ലേ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. അതല്ലേ എന്നെന്നും ജീവിച്ചിരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കേണ്ട നേതാവ് അതല്ലേ? ആ നേതാവിന് പോലും 63 വയസ്സല്ലേ അള്ളാഹു നിശ്ചയിച്ചത്. നമ്മുടെ വയസ്സോ മാബൈന 60 വ 70. നോർമലി ഈ ഉമ്മത്തിന്റെ വയസ്സ് 60-നും 70-നും ഇടയിലല്ലേ? എന്നാൽ ആ 70 കഴിഞ്ഞ് ബോണസ് കിട്ടിയവരിവിടെയില്ലേ? 60 കഴിഞ്ഞവരില്ലേ? ഞങ്ങളുടെ ഗുരുവര്യന്മാരിൽ ഒരാൾ 63 വയസ്സ് കഴിഞ്ഞപ്പോൾ മഹാനവറുകളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ബൈത്തുൽ മുഖദ്ദസിൽ ഒന്ന് പോവുകയല്ലേ? മഹാനവറുകൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ വരുന്നില്ല, അതിനുള്ള സംഖ്യ എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ പറഞ്ഞു, അല്ല, അത് തൽക്കാലം ഒന്ന് വായ്പ വാങ്ങിയാൽ പോരെ, പിന്നെ കൊടുക്കാമല്ലോ. മഹാനവറുകൾ പറഞ്ഞു, 63 വയസ്സ് കഴിഞ്ഞു, ഇനി ഞാൻ കടം വാങ്ങൂല, ഇനിയുള്ള ഓരോ ദിവസവും എനിക്ക് ബോണസാണ്, മരിക്കേണ്ട പ്രായമായില്ലേ എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഇവിടുന്ന് പോകേണ്ടവരാണ്. ഇന്ന് 60 വരെ ജീവിക്കുന്നവര് തന്നെ കുറവല്ലേ? ചെറുപ്പക്കാരെത്രയോ മരിക്കുന്ന കാലമാണ്. ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരണപ്പെട്ട ഒരു ഫാളിലി ചെറുപ്പക്കാരന്റെ വീട്ടിൽ കയറണമെന്ന് എന്നോട് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു. സൗകര്യപ്പെട്ടാൽ കയറാമെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം എത്ര വലിയ സ്വപ്നങ്ങളോടെ ജീവിച്ചയാളാണ്. അല്ലാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അതുപോലെ എത്രയെത്ര ആളുകൾ അതിവേഗം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. നമ്മൾ ഓതിക്കൊടുത്ത മുത്തഅല്ലിമീങ്ങളുണ്ട്. അവര് നാളെ നമുക്ക് ജനാസ നിസ്കരിക്കുമെന്നല്ലേ നമ്മൾ കരുതിയത്. പക്ഷേ അവര് നമ്മളെക്കാൾ മുമ്പേ യാത്രയായ നമ്മുടെ മുത്തഅല്ലിമീങ്ങളില്ലേ, അല്ലാഹു അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഇതുപോലെയല്ലേ മനുഷ്യർ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എപ്പോഴും ഇവിടുന്ന് യാത്രയാകാം. അതുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം, സത്യം മാത്രം പറയണം, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം. ഖുർആൻ പാരായണം ചെയ്യാത്ത ദിവസമുണ്ടാവരുത്, സ്വലാത്ത് ചൊല്ലാത്ത ദിവസമുണ്ടാവരുത്. അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നസീഹത്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞൊന്ന് സ്നേഹിക്കണം. മദീനയിലെത്തണം. മദീനയിലെത്തുന്നതിന് മുമ്പ് മദീനയിലെ രാജാവ് നമ്മുടെ കൽബിലുണ്ടാവണം. മദീന നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. നമ്മൾ തടി കൊണ്ട് മദീനയിലെത്തിയത് കൊണ്ട് മാത്രമായില്ല, മദീനത്തെ രാജാവ് കൽബിൽ വേണ്ടേ? മുൻഗാമികളായ മഹത്തുക്കളിൽ പലരും മദീനയിലെത്താത്തവരുണ്ട്. ഇന്നൊരുപാട് ആളുകൾ മദീനയിലെത്തുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. എന്നാൽ എത്തിയ നമ്മളെക്കാൾ ഖൽബ് മദീനയിലെത്തിയ പലരും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ നിത്യമായും മദീനയിലായിരുന്നു.
അവർക്ക് മദീനയോട് അടുക്കാൻ ബേജാറായിരുന്നു. അതല്ലേ ഇത് ജിഅ്തു ത്വയ്ബത റൗമ സൗറത ഖബ്രിഹി ഉഗ്മീതു മദ്ഹൂഷൻ ബിഹൈബതി ഖദ്രിഹി. മദീനത്ത് കാലുറക്കുന്നില്ല, മദീനയുടെ അതിർത്തിയിൽ ചെന്നിട്ട് കാലനങ്ങുന്നില്ല, ബേജാറാണ്. ഇന്ന് കണ്ടില്ലേ മൊബൈൽ പിടിച്ച് ലൈവായിട്ട് വാജകത്തു ഷരീഫയിലൂടെ പോകുന്ന എത്രയോ ആളുകൾ. അവർക്കിത് ഏത് ദർബാറാണെന്നറിയില്ല, ഈ രാജാവ് ഏത് രാജാവാണെന്ന് ചിന്തിക്കുന്നില്ല. അല്ലാഹു തആല നമ്മുടെ ഖൽബിൽ മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ, തഅലീമ വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരുപാട് കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാനും പഠിപ്പിക്കാനും പറയാനും പുകഴ്ത്താനും ആവശ്യമുള്ളതെല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവാണ്, നല്ല മനസ്സോടെ മദീനത്തേക്ക് മനസ്സ് തിരിച്ചൊരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്ത് പിരിയാം. اللهم صل على محمد يا ربي صل عليه وسلم يا ربي صل عليه وسلم. ഒന്ന് റാഹത്തിൽ സ്വലാത്തില്ല. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ബഹുമാനപ്പെട്ട വന്ദനായ ഉസ്താദിന്റെ കൈ മുസാഫത്ത് ചെയ്തിട്ട് പോകാവൂ ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും